മലയോര ജനതയുടെ സ്വപ്ന പദ്ധതിയായ ബാരാപ്പോൾ മിനി ജല വൈദ്യുതി പദ്ധതിയുടെ ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഷെക്കീന ന്യൂസിന് ഇന്ന് ലഭിക്കുകയുണ്ടായി. മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ താഴെ താമസിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു ജലബോംബിൻ്റെ കീഴിൽ ജീവിക്കാൻ ഈ ജനതയെ സർക്കാർ വിട്ടുകൊടുക്കരുത്. 2 വർഷം മുമ്പ് നമ്മളെ മാറ്റിപ്പറപ്പിച്ചതാണ്. അവർ 6 മാസത്തെ കാലാവധി കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ മാറ്റിപ്പറപ്പിച്ചേക്കുന്നത്. 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം. നമ്മുടെ പെരയുടെ അടിക്കൂടെ ഇപ്പോഴും വെള്ളം പോകുന്നുണ്ട്. ഉറവ പോലെ ആയിപ്പോയി, വലിയ തോട് പോലെ ആയിപ്പോയി. ഒരു കാരണവശാലും ഇനി ആ വീട് താമസിക്കാനോ ഒന്നും പറ്റിയല്ലാത്ത അവസ്ഥയായിപ്പോയി. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വലിയ ഗുഹകൾ രൂപപ്പെട്ട പ്രദേശത്തെ ആളുകളുടെ വീടുകൾ ഇനി വാസയോഗ്യമല്ല. അവിടെയുള്ള ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കണം. 6 കിലോമീറ്റർ ജലം വഹിച്ചുകൊണ്ടുള്ള, പുഴയിൽ നിന്നുള്ള വെള്ളം വഹിച്ചുകൊണ്ടുള്ള ഈ കനാൽ വലിയ അപകട ഭീഷണിയിലാണ് എന്ന ചില ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഷെക്കീന ന്യൂസ് നിങ്ങളുമായി പങ്കുവച്ചത്. ബാരാപ്പോൾ അപകട ഭീഷണിയിലായിരിക്കുന്ന കനാലിന് സമീപം വസിക്കുന്ന ഇവിടുത്തെ ജനങ്ങളാണ്. ചേട്ടാ, ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇവിടെ വിള്ളലെന്ന് പറഞ്ഞാൽ ഒരു 6-7 സ്ഥലത്ത് വിള്ളലായിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ വന്നു. അത് അല്ലാതെ തന്നെ ഇതിനപ്പുറത്ത് വീടുകളിലേക്ക് വെള്ളം വേനൽക്കാലത്ത് പോലും ഒഴുകി വരുന്നുണ്ട്. അടിയിൽ കൂടെ വെള്ളം വലിഞ്ഞ് അതുകൊണ്ട് ഭീഷണിയായി നിൽക്കുന്നത്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്നു? ഭീഷണി തന്നെയാണ്. വീടിൻ്റെ അകത്തോട്ട് പുറത്ത് മിറ്റം വരെ വെള്ളം വരിക. മിറ്റത്ത് വന്നിട്ട് പിന്നെ വഴിയിലേക്ക് പോവുക. അങ്ങനെ ഭയങ്കരമായിട്ട് 2-3 പ്രാവശ്യം എല്ലാ ആളെ വിളിച്ച് വരുത്തിയിട്ട് ആരും ബാക്കി ഒരു ഉത്തരവൊന്നും പറയുന്നില്ല. വന്ന് നോക്കുന്നുണ്ട്, അത്ര തന്നെ. ഇങ്ങനെ കനാലിൻ്റെ അടിയിൽ കൂടെ വലിയ പൊത്തുകളായിട്ട് നിൽക്കുക, ഗർത്തങ്ങളായിട്ട് രൂപപ്പെട്ടേക്കുക. ഇതിൻ്റെ താഴ്വശത്തോട്ട്, ഇതിൻ്റെ ഏകദേശം താഴ്വശത്തോട്ട് എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? ഈ ഗർത്തം പൊട്ടി വന്നതിൻ്റെ നേരെ താഴെയാണ് ഞങ്ങളുള്ളത്. ഈ ഗർത്തത്തിൽ കൂടെ വെള്ളം വന്നപ്പോൾ 2-3 ദിവസം മുടങ്ങാതെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇത് നമ്മളിത് അറിയുന്നില്ല. ഇത് പറ്റിച്ചതുകൊണ്ടാണ് ഈ ഗർത്തം ഇങ്ങനെ കണ്ടത്. ഇനി ഒരിക്കലും ഇത് പുനരാരംഭിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഇത് ഇവിടെ വേണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇല്ല എങ്കിൽ നമ്മുടെ താഴെ താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഏറ്റെടുത്തിട്ട് മാത്രമല്ലാതെ ഈ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. ഏറ്റവും വലിയ അപകട ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബാരാപ്പോൾ കനാല്, ഇവിടെ നിന്ന് ഇവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കണമെന്ന ആഹ്വാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയുവാനുള്ളത്. ഇവരുടെ സ്ഥലം പൊന്നും വില നൽകി ഇവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ഇവിടുത്തെ ജനങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ളത്. ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഒരു നിർമ്മാണ പ്രവൃത്തിയായിട്ടാണ് നാം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അതിൻ്റെ നിർമ്മാണത്തിൽ വലിയ അപാകതയും അഴിമതിയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കനാൽ നിർമ്മിച്ചു കൊണ്ടുവരികയും 3 കിലോമീറ്റർ നീളമുള്ള കനാലിൻ്റെ 2 കിലോമീറ്റർ വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കുകയും എന്നാൽ തുടർന്നുള്ള 1 കിലോമീറ്റർ മിച്ചം കനാല് വളരെ അശാസ്ത്രീയമായി, അതായത് നിസ്സാരമായ രീതിയിൽ കമ്പി വലകൾ കൊണ്ട് ചാന്ത് തേച്ച് പിടിപ്പിച്ച രീതിയിൽ നിർമ്മിക്കുകയും ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റത്തെ അശാസ്ത്രീയത മാത്രമല്ല, വലിയ ഒരു അഴിമതി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. ഏതാണെങ്കിലും അപ്രകാരം നിർമ്മിച്ച ആ ഒരു നിർമ്മാണ വൈകല്യം കൊണ്ട് ഈ ഒരു ദേശം മുഴുവനും ഇന്ന് മരണത്തിൻ്റെ വക്കിലാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം. കാരണം ഈ കനാലിൻ്റെ ചുവട്ടിലേക്ക് താമസിക്കുന്ന ഏകദേശം 30ഓളം കുടുംബങ്ങളുണ്ട്. അവരുടേതായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിവരണാതീതമാണ്. ഇവിടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തിലെ ചില പ്രതിസന്ധികൾ മൂലം പെട്ടെന്ന് ഇങ്ങോട്ടുള്ള ജലപ്രവാഹം നിർത്തി എന്നുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ ജലദുരന്തം ഇവിടെ ചൂരൽമലയിൽ സംഭവിച്ചതുപോലൊരു ദുരന്തം സംഭവിക്കുമായിരുന്നത് ഒഴിവായിപ്പോയത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഈ കനാലിൻ്റെ
വശങ്ങളിൽ രൂപം കണ്ടിട്ടുള്ള ഗർത്തം എന്ന് പറയുന്നത് 7 മീറ്ററോളം നീളം 4 മീറ്ററോളം വീതിയിലുള്ള വലിയ ഗർത്തങ്ങളാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. അതിലൂടെ ഒരു പുഴ മുഴുവനും ഒഴുകി താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ ജീവനും സ്വത്തും എത്രമേൽ അപകടത്തിലാണ് എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ മനുഷ്യന് ഉപജീവനം അസാധ്യമാകത്തക്ക വിധത്തിൽ വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ ഒരു വശത്ത്, വിലത്തകർച്ച മറുവശത്ത്, എല്ലാ രംഗത്തും പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു ജനത്തിൻ്റെ മേലാണ് ഇപ്പോൾ KSEBയുടെ ഈ ഒരു നിരുത്തരവാദപരമായ നിർമ്മാണം മൂലമുള്ള ദുരന്തം കൂടി വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും വിശിഷ്യ വൈദ്യുതി വകുപ്പിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് 2 കാര്യങ്ങളാണ്. ഈ കനാലിൻ്റെ നിർമ്മാണത്തിൻ്റെ വൈകല്യം പരിഹരിക്കാൻ സത്വരമായി ഇടപെടേണ്ടതുണ്ട്. ഈ 1400 മീറ്ററോളം നീളുന്ന ഈ കനാലിൻ്റെ നിർമ്മാണം സമ്പൂർണമായും കോൺക്രീറ്റ് ചെയ്ത് സുരക്ഷിതമാക്കുക. അതോടൊപ്പം ഇതിൻ്റെ താഴ്ഭാഗത്ത് ജീവിക്കുന്ന കുടുംബങ്ങൾ, അവരുടെ ജീവൻ അങ്ങേയറ്റം ഭീഷണിയിലാണ്. അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി അവരുടെ ഭൂമി KSEB ഏറ്റെടുക്കേണ്ടതും അങ്ങനെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് കരുതേണ്ടതില്ല. കാരണം ഈ ബാരാപ്പോൾ വൈദ്യുത പദ്ധതി സർക്കാരിന് വളരെയേറെ ലാഭകരമായൊരു പദ്ധതിയായി മാറുന്നു. വിഭാവനം ചെയ്തതിൻ്റെ ഇരട്ടിയോളം കരണ്ട് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുത്ത് വൈദ്യുതി വകുപ്പ് ഈ പദ്ധതി കാര്യക്ഷമമായി നടത്തുന്നതിലൂടെ ഇപ്പോൾ മുടക്കുന്ന മുതൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് വൈദ്യുതി വകുപ്പിന് ലാഭമായി പരിണമിക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കാരണം ഈ പ്രദേശം സോയിൽ പൈപ്പിങ്ങിൻ്റെ പ്രതിഭാസമുള്ളതാണെന്ന് ജിയോളജി വകുപ്പുകാർ പറഞ്ഞിട്ടുള്ളതിനാൽ നമുക്കറിയാം നിസ്സാരമായ ചില പ്രതിവിധികൾ കൊണ്ട് ഇത് പരിഹരിക്കാനാവില്ല. ഇനി അഥവാ കോൺക്രീറ്റ് ചെയ്താലും മറ്റൊരു ഭാഗത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഈ താഴെ താമസിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു ജലബോംബിൻ്റെ കീഴിൽ ജീവിക്കാൻ ഈ ജനതയെ സർക്കാർ വിട്ടുകൊടുക്കരുത്. അവരുടെ ഭൂമി ഏറ്റെടുത്ത് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരുടെ ഭൂമിക്ക് പൊന്നും വില നൽകി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിയും കൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഈ ബാരാപ്പോൾ കനാലിന് സമീപമായിട്ട് താമസിക്കുന്ന ചേച്ചി നമ്മോടൊപ്പമുണ്ട്. ചേച്ചിക്കാണേലും വീട്ടിലോട്ട് പോകാനുള്ള ഏക ഒരു നടപ്പ് വഴി ഇതാണ്. ഇതിലെ കൂടെയൊക്കെ അതിദുസ്സഹമായ ചില സാഹചര്യങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ വലിയ മഴ പെയ്യുമ്പോൾ ഈ മലയിൽ നിന്ന് വെള്ളം ഇതിലൂടെ പോകും. ഇത് 2 വശവും നല്ലോണം നിറഞ്ഞാണ് പോകുന്നത്. ഞങ്ങൾക്കൊരു വഴി ഇട്ട് തന്നിട്ടില്ല. എൻ്റെ വീട് ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോകണം. ആ പൊട്ടിയ അവിടെയാണ് വീടുള്ളത്. ഇവിടെ നിന്ന് നിറഞ്ഞു പോകുന്നത്. കുട്ടികൾ സ്കൂളിൽ വിട്ടു വന്നാലും നമ്മളിവിടെ കാത്തു നിന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകണം. നമുക്കൊരു വഴി ഇട്ട് തന്നിട്ടില്ല. അത് ഈ മഴയായി കഴിഞ്ഞാൽ പേടിച്ച് ഈ കമ്പി പിടിച്ചാണ് ഞങ്ങൾ അക്കരെ എത്തുന്നത്. ഇതൊരു വലിയൊരു ജലബോംബായി മാറുമെന്നാണ് അതിരൂപതയുടെ പാമ്പ്ലാനി പിതാവ് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ വിള്ളലുകൾ അതിനൊരു സൂചകം തന്നെയല്ലേ? സൂചകം തന്നെയാണ്. നമ്മൾ വീടിരിക്കുന്നതിൻ്റെ അവിടെയാണല്ലോ വിള്ളൽ വന്നിരിക്കുന്നത്. അത് അവിടെ തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റുണ്ട്. ഈ മഴ പെയ്യുന്ന പേത്തുവെള്ളം ഒന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഇവരാക്കി വെച്ചിട്ടില്ല. നമ്മൾ താമസിക്കുന്ന അവിടെ പോസ്റ്റിൻ്റെ അവിടെ മഴ വന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിണർ പോലെ നിൽക്കുവാണ്. അത് ദിവസങ്ങൾ കഴിയുമ്പം വലിഞ്ഞ് താഴോട്ട് പോകുന്നു. അങ്ങനെ നിൽക്കുവാണ് ആ വെള്ളം. കുറച്ച് കാലം കൂടി അങ്ങനെ നിൽക്കുമ്പോൾ ആ ഭിത്തി സൈഡ് പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഏകദേശം എത്ര നിവാസികളാണ് ഇവിടെ താമസിക്കുന്നത്? ഏകദേശം ഇവിടെ ഈ ഞങ്ങൾ മോളുവശത്തായിട്ട് 3 വീട്ടുകാരേ ഉള്ളൂ. ഈ 3 വീട്ടുകാർ ഈ വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. പിന്നെയുള്ള തോട് അവിടെയും വലിയ ആ കാണുന്ന തോടുള്ളതും വലിയ വെള്ളത്തിൽ പിന്നെ ഞങ്ങൾക്ക് പോകാൻ വഴിയില്ല. ഈ വെള്ളത്തിൽ കൂടി അല്ലാണ്ട് നമുക്ക് പോകാൻ ഒരു ഇതുമില്ല. പിന്നെ ബാക്കിയുള്ളവർ 23 വീട്ടുകാർ ഇതിന് താഴ്വശത്തുണ്ട്.
ഈ കനാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട്ടുകാർ പോവുകയും ചെയ്യും. ഞങ്ങൾക്ക് ആകെയുള്ളൊരു റോഡാണ് മെയിൻ റോഡ് അവിടെ ഉള്ളത്, അതും പോകും. പിന്നെ പാലത്തങ്കട എന്ന് പറയുന്നൊരു ഇത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു ഇതില്ല, വേറെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനായിട്ട് ഒരു സംവിധാനങ്ങളും നമുക്കില്ല. പ്രിയമുള്ളവരെ, തലശ്ശേരി അതിരൂപതയുടെ അഭ്യുന്നതനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് ഈ കച്ചേരിക്കടവ് പ്രദേശത്തെ ബാരാപ്പോൾ പദ്ധതിയിലെ നല്ല ഗുണങ്ങളെ പ്രശംസിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്ന് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അഖില കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇവിടെ സന്നിഹിതരാണ്. അതിരൂപത പ്രസിഡൻ്റ് അടക്കമുള്ള ഭാരവാഹികൾ ഇവിടെയുണ്ട്. അഭിമന്യ പിതാവ് സൂചിപ്പിച്ചതുപോലെ 2016 കാലഘട്ടത്തിൽ ഈ പദ്ധതി വിഭാവനം ചെയ്ത് പണിത് തീർത്തപ്പോൾ അന്ന് ഇത് കൃത്യമായി പണിതിരുന്നെങ്കിൽ, വേണ്ട വിധത്തിൽ ഇവിടെ ലഭിച്ച പണം ഉപയോഗിച്ച് പണിതിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. അവിടെ ചിലരൊക്കെ അതിൽ നിന്ന് കൈയിട്ട് വാരിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അപജയം ഈ നാടിന് അനുഭവിക്കേണ്ടി വന്നത്. സർക്കാർ സത്വരമായിട്ട് ഇടപെട്ട് ഇവിടെയുള്ള 30ഓളം കുടുംബങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം ഉണ്ടാക്കുവാനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്നാണ് അഭ്യുന്നത പിതാവിനോടൊപ്പം കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർക്കും പറയുവാനുള്ളത്. ഇവർ ഈ നാട്ടിലെ ജനങ്ങൾ നിത്യമായ ഭീഷണിയുടെ മുമ്പിലാണ് ജീവിക്കുന്നത്. മഴ വന്നാലും മഴ വന്നില്ലെങ്കിലും ഈ പദ്ധതിയിലൂടെ വെള്ളം ഒഴുകുന്നിടത്തോളം കാലം ഈ പദ്ധതിയുടെ ഈ കനാലിന് താഴ്വശത്ത് താമസിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായിട്ട് അന്തി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവരെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഗവൺമെൻറ്, അഭിമന്യ പിതാവ് സൂചിപ്പിച്ച പോലെ, ഈ പദ്ധതിയിൽ നിന്ന് ഗവൺമെൻറ് ഉദ്ദേശിച്ചതിലും ഇരട്ടി ലാഭം ഉണ്ടാകുന്നുണ്ട്. ഓരോ മഴക്കാലവും കഴിയും തോറും കൂടുതൽ ലാഭമാണ് KSEBക്ക് ലഭിക്കുന്നതെന്നാണ് അറിയുന്നത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആ ലാഭം ഉപയോഗിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന സംവിധാനങ്ങൾ അടിയന്തരമായിട്ട് ഏർപ്പെടുത്തണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വലിയ ഗുഹകൾ രൂപപ്പെട്ട പ്രദേശത്തെ ആളുകളുടെ വീടുകൾ ഇനി വാസയോഗ്യമല്ല. അവിടെയുള്ള ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കണം. അവർക്ക് പുതിയൊരു സ്ഥലം കണ്ടെത്തി അവിടെ താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ട തുക എത്രയാണോ അത്രയും അവർക്ക് കൊടുക്കണം. അഭിമന്യ പിതാവ് പറഞ്ഞു, പൊന്നും വില നൽകി ഈ സ്ഥലം ഏറ്റെടുക്കണമെന്ന്. അതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത്. സർക്കാർ ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമര നടപടികൾ ഞങ്ങൾ പ്രഖ്യാപിക്കും. അത് ഞങ്ങൾ പിന്തുടരും. അത് ഈ തലശ്ശേരി അതിരൂപതയിൽ മാത്രമല്ല, കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സമിതി ഈ വിഷയം ഏറ്റെടുക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്യുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുവാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത നേതാക്കളെയും ഫൊറോന നേതാക്കളെയും യൂണിറ്റ് നേതാക്കളെയും സാക്ഷ്യപ്പെടുത്തി അഭിമന്യ പിതാവിൻ്റെ അനുവാദത്തോടെ പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. റണ്ണിങ്ങിൽ തന്നെ ഇത് കംപ്ലൈൻ്റ് ആണ്. അതിനുശേഷം ഞാൻ അന്ന് പരാതി കൊടുത്തതാണ് 2016. അന്നേരം അവരൊരു ചെറിയ പേച്ച് വർക്കുകൾ നടത്തി കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വീണ്ടും വെള്ളം കയറ്റി കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. 2000 പ്രളയം വന്നപ്പോൾ ഇവിടെ ആ ഭാഗത്ത് എൻ്റെ വീടിൻ്റെ മോൾ ഭാഗത്തായി സംഭവം ഇടിഞ്ഞു താഴുകയും ഇപ്പോൾ ഇടിഞ്ഞു താഴി അന്ന് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്ത് അത് പരിപൂർണ്ണ പരാജയമായിരുന്നു. അതിനുശേഷം പല പല സമയങ്ങളിലായി ചുരുങ്ങിയത് 2 കോടി രൂപയെങ്കിലും ഈ ഏരിയയിൽ എൻ്റെ വീടിൻ്റെ ഭാഗം മാത്രം മുടക്കിയ ശേഷം ഇപ്പോഴും കുഴപ്പമില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു 55 ലക്ഷം രൂപ 80 ലക്ഷം രൂപ മുടക്കി വർക്കുകൾ ചെയ്തു. അതും പരിപൂർണ്ണ പരാജയം. അതായത് 23 ചെയ്താണ്, 24 വെള്ളം കയറ്റി ഡിസംബർ 22-ാം തീയതി ഭയങ്കരമായ ഉരുൾ പൊട്ടുന്ന അവസ്ഥയിൽ സംജാതമാകുകയും അതിനോടൊപ്പം തന്നെ ഒരു 10 മുതൽ ഒരു 4 മണി വരെ, പിന്നെ 4 മണിയായപ്പോൾ ഓർഡർ വന്ന് കനാൽ പൂട്ടുകയും അതിനുശേഷം ഇപ്പോൾ ജൂൺ 2-ാം തീയതി തിരുവനന്തപുരത്തിൻ്റെ ഓർഡർ പ്രകാരം എന്നെ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, ബ്ലോക്ക് മെമ്പർ അടങ്ങുന്ന ടീം എല്ലാവരും വീട്ടിൽ വന്ന് അവരുടെ സമയത്ത് എന്നെ മാറ്റി പാർപ്പിക്കുകയും ഇപ്പോൾ നമ്മൾ പിന്നെ പേരട്ടയിൽ ഒരു വീടെടുത്ത് താമസിക്കുകയാണ്. പക്ഷെങ്കിൽ ഒരു കാരണവശാലും ഈ കനാൽ പുതുക്കി പണിതാലും ഒരു കാരണവശാലും ഇതിൻ്റെ അടിയിൽ കിടക്കാൻ സാധിക്കുകയില്ല. സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് അല്ലെങ്കിൽ കളക്ടറേറ്റ് പടിക്കലേക്ക്, താലൂക്ക് ഓഫീസിലേക്ക്, വില്ലേജ് ഓഫീസിലേക്ക്, ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഈ ഗവൺമെൻറ് എടുക്കണം എന്ന് ആവശ്യപ്പെടാൻ കത്തോലിക്ക കോൺഗ്രസ് എക്കാലവും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വകുപ്പുകൾ കൂടുന്നതാണല്ലോ ഭരണ സംവിധാനം. ആ സംവിധാനത്തിൻ്റെ ഭാഗമായ KSEB ഇവരുടെ സ്വത്തും ഇവരുടെ പുരയിടങ്ങളും ഇവരുടെ കൃഷിസ്ഥലങ്ങളും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് അതിന് അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ തന്നെ പൊന്നും വില കൊടുത്തത് ഏറ്റെടുത്ത് അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ
ഒരിക്കലും നരകതുല്യമാക്കി തീർക്കരുതെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള സകലമാന മനുഷ്യരോടും ഉള്ള ഐക്യദാർഢ്യവും ഇവരോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഞങ്ങളുടെ ഈ അതിരൂപതയുടെ പിതാവിനോട് ചേർന്നും ഞങ്ങളുടെ കുന്നോത്ത് ഫൊറാനയിലും അതുപോലെ AKCCയോട് ചേർന്നും ഞങ്ങൾ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ബാരാപ്പോൾ ഇതൊരു ജലബോംബായി മാറുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് തന്നെ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് തലശ്ശേരി അതിരൂപതയും ഇവിടുത്തെ നാട്ടുകാരും പറഞ്ഞു വെക്കുന്നത്. ഷെഗന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അനുഗ്രഹിനൊപ്പം അമൽ ഐ ടോം, കണ്ണൂർ.